ഈ കടുവന്റെ മുതലാളി വനം മന്ത്രിയല്ലേ, അയാളെ കൊണ്ടാ ഇത് തീരുമാനം എടുക്കേണ്ട അധികാരം ആർക്കാന്ന് വെച്ചാൽ നിങ്ങൾ വിളിക്ക്, എന്നിട്ട് അവര് വരട്ടെ. അധികാരികളെ കണ്ണു തുറക്കുന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ഞങ്ങൾ നാട്ടുകാരാണ്, ഞങ്ങൾ അതിന് അഭിവ്യക്തി തീർക്കാൻ വേണ്ടി മാത്രം വന്നതാ. ഈ ക്ലോസ് വെച്ച കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് CCF-നെ കാണാൻ വന്ന അവർക്ക് അതിനൊരു വ്യക്തതയില്ല, അവർ പറയില്ല, അവരിതിന് വെടിവെച്ച് കൊല്ലില്ല. ഇതാണ് ഈ സംഭവം ഉള്ളത് ഇവിടെ. ഞങ്ങൾ ഈ നാട്ടുകാർ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. നാളെ ഒരു രാധയോട് ആവർത്തിക്കാൻ പാടില്ല, ഞങ്ങളുടെ ആവശ്യം അതേ ഉള്ളൂ. അല്ലാണ്ട് ഇവരെ പ്രതിഷേധിച്ച് ഇവരെ കൂട്ടിലിടാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നാളെ ഇവിടെ ഒരു രാധയ ഉണ്ടാവാൻ പാടില്ല. ഇന്നലെ അവര് പറഞ്ഞ കാര്യങ്ങൾ, അവർ ഏത് ഇനത്തിൽപ്പെട്ട കടുവയാണ്, നരഭോജി ഇനത്തിൽപ്പെട്ട കടുവയാണോ, ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ അത് അതിന്റെ പാട് നോക്കിയിട്ട് പോകും. ഇന്നലെ ഇതിന്റെ CCTV-യിൽ ദൃശ്യം പതിഞ്ഞു, അതിന്റെ ഫോട്ടോ പോലും പുറത്തുവിടാൻ ഇവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിച്ചു, അതുപോലും വിടുന്നില്ല. അപ്പൊ അതിനുള്ളിൽ ഒരു വ്യക്തത, ഞങ്ങൾക്ക് ഒരു അവ്യക്തത ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് വന്നത്. അല്ലാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നല്ല, ഞങ്ങൾ ജനങ്ങൾ, ഈ നാട്ടിലെ പൊതുജനങ്ങൾ, രാഷ്ട്രീയമായിട്ടൊന്നുമല്ല, ജനകീയമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്.